ഗൈസ് അപ്പോൾ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞ് ഗെയിമിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫ്രീ ട്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലെയർ ഓഫ് ദ വീക്കും വന്നിട്ടുണ്ട്, പിന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു പാക്കും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോയിൻ റിവാർഡ്സ് കാര്യങ്ങളുള്ള മറ്റേ ഇവൻ്റൊക്കെ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 800 കോയിനില്ലേ അത് 15 വെച്ച് കിട്ടും. എനിക്ക് അങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യില്ല. പോലത്തെ പരിപാടി എന്തോ തോന്നുന്നു. പിന്നെ നമ്മുടെ ഡിബ്രൂവിനയുടെ ഷോർട്ട് ടൈം ബാക്ക് കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ വേറെ മറ്റേ ഡെയിലി ഗെയിമില്ലേ നമ്മുടെ ഈ ഡെയിലി മറ്റേ പെനാൽറ്റിയുടെ ഇതിനകത്ത് കുറച്ച് പ്ലേയേഴ്സിനെ ന്യൂ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 2 പിക്ക് വന്നിട്ടുണ്ട്. പിന്നെ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലെയർ സ്പെഷ്യലിസ്റ്റാണ് ഗൈസ്. പിന്നെ വന്നേക്കുന്നത് ഈ ഒരു പ്ലെയറും കൂടെയാണ്. പിന്നെ ഈ ഒരു പ്ലെയറും കൂടിയാണ് വന്നേക്കുന്നത്. ഓക്കെ എനിക്ക് കാഞ്ചന കിട്ടിയിട്ടില്ല ഗൈസ്. കാഞ്ചന കിടിലം കാർഡാണ്, പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പെനാൽറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സേവ് കൂടി 2 പെനാൽറ്റി കൂടി അടിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ പിന്നെ കെവിൻ ഡി ബ്രൂയിന അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർഡൊക്കെ തന്നെയാണ്. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് ഗൈസ്. അപ്പോൾ അറിയാനോ ഏത് റേഞ്ചിലൊക്കെ കളിക്കുന്നത്. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് ഇയാളുടെ മെയിൻ പൊസിഷൻ. ഓക്കെ പിന്നെ ഈ സാക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഈ സാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷയം കാർഡാണ്, വിഷയം പ്ലെയറാണ്. റിയൽ ലൈഫിലും ഈ ഫുട്ബോളിലും എല്ലാവരും നോട്ടൗട്ടാക്കുന്ന പ്ലെയറും കൂടിയാണ് ഗൈസ്. അപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നല്ല കളികളൊക്കെ ഉണ്ട് ഇതൊക്കെ വേണ്ടി. പിന്നെ നമ്മുടെ ഇത് UCL-ൻ്റെ ഓക്കെ യാമിൽ വന്നിട്ടുണ്ട്, റൈസ് വന്നിട്ടുണ്ട്, മെൻഡസ് വന്നിട്ടുണ്ട്, ഹക്കീമി വന്നിട്ടുണ്ട്. മെയിനായിട്ട് യാമിലാണ്. പിന്നെ റൈസ് അറിയാലോ ഫ്രീ കിക്കിൻ്റെ ഇത് തന്നെയാണ് വന്നേക്കണം. ബോക്സ് ടു ബോക്സ് ആണ്. റയൽ മാഡ്രിഡ് ഫാൻസിനൊക്കെ ഒരു വിഷമം വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ റയൽ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പറും ഉണ്ട്, ഫോട്ടോ ഉണ്ട് ഗൈസ്. അപ്പോൾ പവാർഡുണ്ട്. ഓക്കെ UCL തിളങ്ങുന്ന പ്ലേയേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അടിപൊളിയാണ്. ഓക്കെ നെറീനോ അടക്കമുണ്ട്. നെറീനോ 2 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അപ്പോൾ പുള്ളിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രീ ട്രൈ ഞങ്ങൾ എടുക്കാൻ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ടാർജറ്റ് ഒന്നും പറയാനില്ല. റൈസിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അടിപൊളിയാണ്. ബൂസ്റ്റർ കൂടിയാണല്ലോ, കളിപ്പിച്ച് നോക്കും ഞാൻ എന്തായാലും റൈസിന്. ഓക്കെ റൈസിൻ്റെ ഓൾറെഡി ഒരു കാർഡ് ഉണ്ട്, ബൂസ്റ്ററിനാണ്. എന്ത് പച്ച എത്തിയിട്ടുണ്ട്. ഇത് ഏതൊക്കെ റെഡാണ്. ഓക്കെ റൈസാണ് റൈസാണ്. ഓക്കെ ഗൈസ് അപ്പോൾ റൈസിനെ കിട്ടിയ റൈസിൻ്റെ കണ്ണൊക്കെ തുടങ്ങിയിരിക്കും. ഓക്കെ CMF ഒരു 100 പോയിരിക്കും, ബൂസ്റ്ററല്ലേ. ഓക്കെ അപ്പോൾ അടുത്തതൊക്കെ പ്ലെയർ ഓഫ് ദ വീക്കാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്കിനകത്ത് നമുക്ക് അർണോൾഡ് വന്നിട്ടുണ്ട് ഗൈസ്. അർണോൾഡ് ലാസ്റ്റ് മറ്റേ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ അടുത്ത്, അതൊക്കെ തന്നെയാണ്. പിന്നെ ഓൾമോ വന്നിട്ടുണ്ട്. ഹെഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പ്ലെയർ വന്നിട്ടുണ്ട്, കീപ്പറല്ല. ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ട്രോസാർഡ്, വില്യംസ് അത്യാവശ്യം നല്ലൊരു പാക്കും കൂടിയാണ് വന്നേക്കുന്നത്. നമുക്ക് അർണോൾഡ് ഇല്ലാത്തവർക്ക് വേണ്ടി ഈ ഒരു പാക്ക് സ്പിൻ ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആ കിട്ടിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ. ഓക്കെ വച്ചെത്തി 7-ാം നമ്പറോ ഒറിസോണിയോ അതാരാ ഏത് പ്ലെയറെ കിട്ടുന്നില്ല. കാടോ ക്ലബിൽ മനസ്സിലായിട്ടുള്ള പ്ലെയറെ മനസ്സിലായിട്ടുള്ള ഗൈസ്. ഓക്കെ നമുക്ക് പിന്നെ ഇതിനകത്ത് വേറെ പാക്കും കാര്യങ്ങളൊന്നും. ഓക്കെ ഇത് വന്നടപ്പില്ല. എന്തിനാണ് ഈ സാധനം വെറുതെ കൊണ്ടുതരണം. അങ്ങനെയാണെങ്കിൽ 2 എപ്പിക്കിൽ 1 എപ്പിക്കിന് ഇതിനകത്ത് പിടിച്ച് ആടാക്കണേ പിന്നെയും കുറച്ച് ഇതുണ്ടായിരുന്നു. ഓൾറെഡി ഈ ഡ്രോപ്പ് ബാൻഡ് പാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് അവസ്ഥ. എന്തെങ്കിലും കിടപ്പുണ്ട് ഈ സാധനം, എന്നിട്ട് വീണ്ടും കൂടെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ ശോകം മനസ്സിലായി അവസ്ഥ മനസ്സിലായി ഗൈസ്. അപ്പോൾ വേറെ അടിപൊളി പരിപാടികളൊന്നുമില്ല. ഓക്കെ നിങ്ങൾക്കൊക്കെ ആരെ കിട്ടിയെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. കളിപ്പിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, പവറാണെങ്കിൽ തീയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. പിന്നെ വേറെ പറയാനൊന്നുമില്ല. ഇപ്പോൾ ഇതാണ് ഗൈസ് 850 കോയിൻസിൻ്റെ പരിപാടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ 850 മില്യൺ അടിച്ചാൽ 800 എത്രയാണ് കോയിൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കിട്ടിയ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. കുറേ പേർക്ക് കിട്ടിയെന്ന് പറയണ്ടേ കോയിൻസ് ഒരുപാട് ലക്കനുസരിച്ച്. നമുക്ക് ആ പരിപാടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലക്കില്ലാത്തതുകൊണ്ട് നമ്മൾ നോക്കാറില്ല. പിന്നെ മാച്ച് പാസ്സൊക്കെ ഉണ്ട്. മാച്ച് പാസിനകത്ത് പ്ലേയേഴ്സ് അറിയാമല്ലോ. നമ്മുടെ ബാഴ്സയുടെ പ്ലെയറാണ് ഡിജോങ്. ഓക്കെ ഡിജോങ് വന്നത് ഗൈസ്. അപ്പോൾ റാങ്ക് ബൂസ്റ്റിംഗ് ആണ് ഗൈസ്. കുറച്ച് ഇതായിട്ട് സപ്പോർട്ട് ചെയ്ത്
ഗൈസ് അപ്പോൾ ജസ്റ്റ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ റോഡ് ടു 2K